നമസ്കാരം. കൊളംബിയ യൂണിവേഴ്സിറ്റി പഠിക്കാൻ പോയിട്ടുള്ള രഞ്ജിനി ശ്രീനിവാസൻ എന്ന ഒരു പെൺകുട്ടി അവിടെ നിന്ന് രാജ്യം വിടേണ്ടി വന്നു എന്നൊരവസ്ഥ, അമേരിക്കയിൽ നിന്ന് രാജ്യം വിടേണ്ടി വന്നു, ട്രംപിനെ പേടിച്ച് രാജ്യം വിടേണ്ടി വന്നു എന്നുള്ള ഒരു അവസ്ഥ കഴിഞ്ഞ ദിവസം മീഡിയകൾ റിപ്പോർട്ട് ചെയ്തു. ഇന്ത്യയിൽ നിന്ന് പഠിക്കാൻ പോയിട്ട് എന്തിനാണ് പറഞ്ഞു വിടുന്നത്, പ്രതിഷേധം അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ, അഭിപ്രായം പറയലൊക്കെ മനുഷ്യന്റെ അവകാശമല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ട്രംപിന്റെ നടപടിക്കെതിരെ അതിരൂക്ഷമായി വിമർശിക്കുന്നവരുമുണ്ട്. എനിക്ക് നിങ്ങളോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കാനുള്ളത്. ഇന്ത്യക്കാരും പാകിസ്ഥാൻകാരും തമ്മിൽ ശത്രുതയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഭരണകൂടങ്ങൾ തമ്മിലും അവരുടെ നയങ്ങളും തമ്മിലല്ല ഞാൻ പറയുന്നത്. രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ, അവരെ സംബന്ധിച്ച് അതുണ്ട് എന്നുണ്ടെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ നമുക്കറിയാം ഇന്ത്യക്കാർ പണിയെടുക്കുന്നുണ്ട്, പാകിസ്ഥാൻകാർ ജോലി എടുക്കുന്നുണ്ട്. അവർ രണ്ടുപേരും ഒരുമിച്ച് ജോലി ചെയ്യും. വളരെ ഏകോദര സഹോദരങ്ങളെ പോലെ തന്നെയാണ് അവർ പെരുമാറുന്നത്. അതായത് രണ്ട് രാജ്യത്തെയും പൗരന്മാർക്ക് വലിയൊരു ഭാഗത്തിന്, ചെറിയൊരു ഭാഗത്തിന് ഒരു പക്ഷേ ഉണ്ടാകാം, അത് എല്ലായിടത്തും ഉണ്ടല്ലോ. നമ്മുടെ സ്വന്തം രാജ്യത്ത് തന്നെ പൗരന്മാരെ മറ്റു ചില പൗരന്മാർക്ക് കണ്ടുകൂടാം, അങ്ങനെയുണ്ട്. അതുപോലെ ഈ രണ്ട് രാജ്യത്തെ പൗരന്മാർക്ക് കണ്ടുകൂടായ്മ ഉണ്ടാകാം. ഞാൻ അതിന്റെ കാര്യമല്ല പറയുന്നത്. ബഹുഭൂരിപക്ഷം പൗരന്മാർക്കും പരസ്പരം യാതൊരു വൈരാഗ്യവും അല്ല. മാത്രമല്ല, ഇത് രണ്ടും പഴയതുപോലെ ഒരുമിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ രാജ്യത്തിന്റെ വിവരം അങ്ങനെയല്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ താല്പര്യങ്ങൾ, ഇന്ത്യക്ക് നിശ്ചിത താല്പര്യങ്ങളുണ്ട്. അതിന്റെ ജനാധിപത്യം, അതിന്റെ മതേതരത്വം, അങ്ങനെ ഒത്തിരി കാഴ്ചപ്പാടുകളുണ്ട്. ആ കാഴ്ചപ്പാടുകൾ അനുസരിച്ചിട്ടല്ല പാകിസ്ഥാൻ പോകുന്നത് എന്നതുകൊണ്ട്, പാകിസ്ഥാന്റെ ഭരണകൂടം പോകുന്നത്, അവിടുത്തെ ബാക്കിയുള്ള ചക്രങ്ങളൊക്കെ തിരിയുന്നത് അങ്ങനെയല്ല എന്നതുകൊണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം യോജിക്കാൻ കഴിയില്ല. അതാണ് അതിന്റെ വസ്തുത. അപ്പോ ഇവിടെ നിന്നുകൊണ്ട്, ഇന്ത്യയിൽ നിന്നുകൊണ്ട് കുറെ എണ്ണം ഏതെങ്കിലും ഒരു രാജ്യത്ത്, ഇപ്പോൾ ഒരു അമേരിക്കൻ പൗരൻ ഇവിടെ വന്ന് നിൽക്കുന്നു, അല്ലെങ്കിൽ ഒരു കനേഡിയൻ പൗരൻ ഇവിടെ വന്ന് നിൽക്കുന്നു, അല്ലെങ്കിൽ ഒരു സൗദി പൗരൻ ഇവിടെ വന്ന് നിൽക്കുന്നു, ഇവിടെ നിന്നിട്ട് പാകിസ്ഥാൻ സിന്ദാബാദ്, പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് വിളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇന്ത്യക്കാർ നോക്കിക്കൊണ്ട് നിൽക്കും. ഇന്ത്യക്കാർ, ഗവൺമെന്റ് അവിടെ നിൽക്കട്ടെ, ഇന്ത്യക്കാർ, സാധാരണക്കാരായ ഇന്ത്യക്കാർ നോക്കിക്കൊണ്ടിരിക്കും? ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇല്ല, നോക്കി നിൽക്കൂല. അവൻ ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ വിരുദ്ധനാണ്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ നിന്നുകൊണ്ട്, ഇന്ത്യയിൽ താമസിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇന്ത്യയിൽ എന്തിനാണോ വന്നത് അത് മറന്നുകൊണ്ട് പാകിസ്ഥാന് വേണ്ടി സംസാരിക്കുക, പാകിസ്ഥാന് വേണ്ടി നിലപാടെടുക്കുക. അത് അംഗീകരിക്കാൻ കഴിയില്ല. നമുക്ക് ഇന്ത്യക്കാർക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഇവിടെ ട്രംപിനെ വിമർശിക്കുന്നവർ ഇത്ര കാര്യം മാത്രം ആലോചിച്ചാൽ മതി. എന്തിനാണ് ഇവിടെ നിന്ന് കെട്ടും കെട്ടി അമേരിക്കയിലേക്ക് ആൾക്കാർ പോയത്? അല്ലെ, ഇവിടെ നിന്ന് കുറെ വിദ്യാർത്ഥികൾ പോയത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. പഠിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ പഠിക്കുക, വേറെ പണി എടുക്കേണ്ട ആവശ്യമില്ല. അവിടെ ഹമാസ് ആണോ അല്ലെങ്കിൽ ഇസ്രായേലാണോ അതിനെ അവർ നോക്കേണ്ട ആവശ്യം? നമുക്ക് ഇന്ത്യക്കാർക്ക് ചില നിലപാടുണ്ട് എന്ന് പറയുന്നത് പോലെ അമേരിക്കക്കാർക്ക് അവർക്കും ചില നിലപാടുകളുണ്ട്, അവിടുത്തെ ഭരണകൂടത്തിന് ചില നിലപാടുകളുണ്ട്. നമുക്കൊരു പക്ഷേ ഹമാസ് ഒരു പുണ്യജീവി ആയിരിക്കാം, അല്ലെങ്കിൽ ആ നിലയിലുള്ള ഒരു കാഴ്ചപ്പാടായിരിക്കാം നമുക്ക്. പക്ഷെ അമേരിക്കയിൽ താമസിക്കുമ്പോൾ അമേരിക്കക്കാർക്ക്, അല്ലെങ്കിൽ അവിടുത്തെ ഭരണകൂടം എങ്ങനെയാണ്, അവിടുത്തെ നിയമ സംവിധാനങ്ങളും എങ്ങനെയാണ് ഹമാസിനെ കാണുന്നത് എന്ന് നമ്മൾ നോക്കിയേ പറ്റൂ. അത് അംഗീകരിക്കാൻ പറ്റുമെങ്കിൽ അവിടെ ജീവിക്കാൻ പറ്റും, അല്ലെങ്കിൽ വായ മൂടി മിണ്ടാതിരുന്നോളാം, നമ്മുടെ കാര്യങ്ങൾ നോക്കിക്കോളാം. അതല്ലെങ്കിൽ ഹമാസിനെതിരെ അത്രയധികം കൊടുമ്പിരി കൊള്ളുന്ന ആ നാട്ടിൽ നിന്ന് ശബ്ദിക്കേണ്ട, നേരെ ഇന്ത്യയിൽ വന്നിട്ട്, ഇന്ത്യയിൽ നിന്നിട്ട് ഹമാസ് സിന്ദാബാദ്, ഹമാസ് സിന്ദാബാദ് എന്ന് വിളിച്ചോ, കുഴപ്പമില്ല, നമ്മുടെ നാടല്ലേ, ഇന്ത്യയിൽ നിന്നുകൊണ്ടല്ലേ നമ്മൾ സംസാരിക്കുന്നത്. ഇന്ത്യയിൽ ഹമാസിനെ അനുകൂലിക്കുന്നവരും പ്രതികരിക്കുന്നവരും അതുപോലെ തന്നെ അഭിപ്രായം പറയുന്നവരുണ്ടല്ലോ. പക്ഷെ അമേരിക്കയിൽ ചെന്ന് നിന്നുകൊണ്ട് അവിടെ ഇത്തരത്തിൽ ഡയലോഗ് അടിച്ചു കഴിഞ്ഞാൽ നഗരാസൂത്രണം പഠിക്കാൻ പോയ ഒരവസ്ഥയല്ല അവിടെ ഉണ്ടാകുക. നേരെ നരകത്തിലേക്ക് തട്ടിയിട്ടിട്ട് ട്രംപിന്റെ പണി നോക്കും. അത് തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ അമേരിക്ക ന്യായീകരിക്കുകയോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ചെയ്യുന്നതല്ല. അവരുടെ രാജ്യത്തിന് അവർ ചില കണ്ടീഷൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കണ്ടീഷൻസ് അനുസരിച്ച് ജീവിക്കേണ്ടത് അവിടെ എത്തുന്ന എല്ലാ പൗരന്മാരുടെയും, എല്ലാ വിദേശ പൗരന്മാരുടെയും ഉത്തരവാദിത്വമാണ്. അവിടെ ഗ്രീൻ കാർഡ് കൊടുത്തവരെ വരെ ആ ഗ്രീൻ കാർഡ് റദ്ദ് ചെയ്തിട്ട് പിടിച്ച് ജയിലിൽ ഇടുന്നു എന്ന് പറയുന്നു, ഹമാസിന് വേണ്ടിയിട്ട് അനുകൂല സംസാരിച്ചതിന്റെ പേരിൽ. അപ്പോൾ നമ്മുടെ രഞ്ജിനി ശ്രീനിവാസനും അകത്ത് പോകുന്ന ഒരു അവസ്ഥ വന്നപ്പോൾ, അതാണ് ആദ്യ തവണ വന്നു, ഉദ്യോഗസ്ഥന്മാർ വന്ന് തട്ടി എന്ന് പറയുന്നു, വാതിലിന് തട്ടി, വാതിൽ തുറന്നില്ല. രണ്ടാമത്തെ ദിവസം വന്നു, മൂന്നാമത്തെ ദിവസം വന്ന് ചവിട്ടിപ്പൊളിച്ച് കയറുന്ന ഒരു അവസ്ഥ വന്നപ്പോൾ ആളവിടെ നിന്ന് രാജ്യം വിട്ടു എന്നാണ് പറയുന്നത്. പക്ഷെ ഇന്ത്യയിൽ എത്തിയിട്ടില്ല, കാനഡയിലാണ് എത്തിയത് എന്ന് പറയുന്നുണ്ട്. പിന്നെ കാനഡയിൽ നമുക്കറിയാലോ ഇന്ത്യക്കെതിരെ ഒരു വലിയൊരു സംഭവം ഉണ്ടാക്കിയ ആൾക്കാരാണ് ഖാലിസ്ഥാൻവാദികളായിട്ടുള്ള ഒരു വിഭാഗം. ഇന്ത്യയും പാകിസ്ഥാനെയും കൂടെ മുറിച്ചിട്ട് അവർക്കൊരു ഖാലിസ്ഥാൻ വേണമെന്ന് പറയുന്ന ഒരു വിഭാഗം. അപ്പോൾ അവർക്ക് ചിലപ്പോൾ അവിടെ നിന്നുകൊണ്ട് ഹമാസിനോ അല്ലെങ്കിൽ ഇസ്രായേലിനോ വേണ്ടി സമരം നടത്തുന്നതോ ശബ്ദിക്കുന്നതോ പ്രശ്നമാവില്ലായിരിക്കാം. പക്ഷെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം, അമേരിക്കയിൽ പഠിക്കാൻ പോകുന്ന ഒരു വിദ്യാർത്ഥി, വിശേഷിച്ച് നമ്മുടെ ഇന്ത്യൻ വിദ്യാർത്ഥി, നമ്മൾ അങ്ങനെയാണല്ലോ ചിന്തിക്കേണ്ടത്. പഠിക്കാൻ പോവുക. ഇനി അവിടെ തൊഴിലിന് പോകുന്നവനോ,
തൊഴിൽ ചെയ്യുക. അതായിരിക്കും ബെറ്റർ. നമ്മൾ മറ്റൊരു രാജ്യത്തെ പൗരനാണ് എന്നുണ്ടെങ്കിൽ, ഇനി അമേരിക്കൻ സിറ്റിസൺ ആണെന്നുണ്ടെങ്കിൽ അവിടെ താമസിച്ച് വരുമ്പോഴത്തേക്ക് അമേരിക്കൻ്റെ നിലപാടനുസരിച്ചിട്ട് നിങ്ങൾ ജീവിച്ചോ. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ അമേരിക്കൻ്റെ നിലപാടനുസരിച്ച് ജീവിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ജയിലിപ്പിക്കോ. മറ്റു രാജ്യങ്ങൾ തലയിടൂല. ഇവിടെ ഇന്ത്യക്കാരൻ തലയിടൂല, പാകിസ്ഥാൻ തലയിടൂല, വേറെ ഒരു രാജ്യവും തലയിടൂല. പക്ഷെ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിന്ന് ഒരുത്തി അങ്ങോട്ട് പഠിക്കാൻ ചെന്നിട്ട് അവിടെ ചെന്നിട്ട് പഠിക്കുന്നതിന് പകരം നഗരാസൂത്രണത്തിന്റെ സ്ഥാനത്ത് നരകാസൂത്രണം കൊണ്ട് പഠിപ്പിക്കാനായിട്ട് നാട്ടുകാരെ മുഴുവൻ പഠിപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ, സമരം ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റെന്തിനെങ്കിലും വേണ്ടി ശബ്ദിക്കാൻ നിന്ന് കഴിഞ്ഞാൽ, ഇനി അമേരിക്കയ്ക്ക് വേണ്ടി തന്നെ ശബ്ദിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അതിന്റെ ആവശ്യമില്ലെന്നേ. അമ്മാതിരി പണിക്ക് പോയിട്ടല്ലേ ഇപ്പോൾ ഇങ്ങനെ രാജ്യം വിടേണ്ടി വന്നത്. ഏതായാലും PhDയും പോയി, PhDയും പോയി, എല്ലാം പോയി അല്ലേ. ഇപ്പൊ സംഗതി എല്ലാം പോയി, രാജ്യം വിടേണ്ടിയും വന്നു. ഇതാണ് പറയുന്നത്, നമ്മൾ ഒരു രാജ്യത്ത് താമസിക്കുമ്പോൾ ആ രാജ്യത്തെ നിയമവ്യവസ്ഥിതികൾ അംഗീകരിച്ച് ജീവിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അത് ഏത് രാജ്യക്കാരായാലും. ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ ഏത് മതസ്ഥനായാലും ഏത് രാജ്യത്തുള്ളവനായാലും എവിടെ നിന്നുള്ളവനായാലും ഇന്ത്യയിൽ ചില സംവിധാനങ്ങളുണ്ട്, അതനുസരിച്ചിട്ടാണ് നമ്മൾ ജീവിക്കേണ്ടത്. അതിനപ്പുറത്തേക്ക് പറയാനും പ്രവർത്തിക്കാനും നിന്ന് കഴിഞ്ഞാൽ അകത്ത് പോകേണ്ടി വരും. അത് ആരായാലും. അത് ഇന്ത്യക്കാരനാണ്, ഇന്ത്യക്കാരനെ പിടിച്ച് അകത്താക്കുന്നതിന് നിലവിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. അതുപോലെ തന്നെയുള്ളൂ അങ്ങ് അമേരിക്കയിലായാലും. ട്രംപ് ഭരണകൂടത്തിന് അവർക്ക് ചില ഇതുണ്ട്. അമേരിക്കയിലെ നേരത്തെ തന്നെ കാഴ്ചപ്പാടുണ്ട്, നമുക്കറിയാലോ. മുമ്പേ കാഴ്ചപ്പാടുണ്ട്. മുമ്പേ തന്നെ ഇസ്രായേലിന് അനുകൂല നിലപാടാണ് എടുക്കുന്നത്, പലസ്തീന് പ്രതികൂല നിലപാടാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. വിശേഷിച്ച് ഹമാസിനോട് ഒരു വിപരീത നിലപാടാണ് അമേരിക്കയുടേത്. അത് പണ്ടേ അങ്ങനെ തന്നെയാണ്. അത് അറിഞ്ഞുകൊണ്ട് അവിടെ ചെന്ന് നിന്നിട്ട് ഹമാസിനെ സിന്ദാബാദ വിളിച്ച അകത്ത് പോകുന്ന ഉറപ്പല്ലേ. അപ്പോൾ അനുഭവിക്കുക, വേറെ മാർഗമൊന്നുമില്ല. Different angles. Don't forget to subscribe and support this channel.